1993 സമയത്താണ് ഞങ്ങൾ മീഡിയ അക്കാഡമിയിലെ ഇന്നത്തെ മീഡിയ അക്കാഡമി അന്നത്തെ കേരള പ്രസ് അക്കാഡമി മാധ്യമരംഗത്ത് എല്ലാവർക്കും സുപരിചിതമാണ്. ആ സ്ഥാപനത്തിലെ പഠനം കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പും മാധ്യമപ്രവർത്തനവുമായി അന്ന് കൂടുതൽ മാധ്യമ സ്ഥാപനങ്ങൾ എറണാകുളം കേന്ദ്രീകരിച്ചതാണ്. എറണാകുളം കലൂരെ ദേശാഭിമാനിയിലാണ് മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ തുടക്കം കുറിക്കുന്നത്. 90കളുടെ ഒരു കാലം, ഇലക്ഷൻ്റെ കാലം നമ്മുടെ എല്ലാം മനസ്സിൽ ഓർമ്മയിലുണ്ടാകും. അസ്ഥിരമായ ലോകസഭ കാലഘട്ടമായിരുന്നു 90കൾ. 1-2 വർഷത്തിൽ പല തവണ ഉപതെരഞ്ഞെടുപ്പുകൾ വരികയും പാർലമെൻറ്റിൽ വിവിധങ്ങളാകുന്ന പ്രധാനമന്ത്രിമാർ വരികയും ചെയ്ത ഘട്ടമായിരുന്നു അത്. അക്കാലത്താണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ, മാധ്യമപ്രവർത്തനവുമായി കൂട്ടി ചേർത്തുകൊണ്ടുള്ളൊരു ഓർമ്മയിലേക്ക് പോവുകയാണെങ്കിൽ, ഞങ്ങളുടെ അധ്യാപകൻ കൂടിയായിരുന്നു മാധ്യമപ്രവർത്തകനായിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. പിന്നീട് മികച്ച പാർലമെൻറ്റേറിയനായും നിയമസഭാംഗമായും ഇന്ന് കേരളമാകെ സുപരിചിതനാണ് അദ്ദേഹം. 30-32 വർഷം മുന്നേ അങ്ങനെ അദ്ദേഹം സുപരിചിതനാണോ എന്ന് സംശയമുണ്ട്. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വളരെ ഫെമിലിയറായിരുന്നു. ഞങ്ങളുടെ തലമുറയിലെ ഇന്നും മാധ്യമപ്രവർത്തകർക്ക് അധ്യാപകനാണ്. പ്രത്യേകിച്ച് പ്രസ്ലോ അദ്ദേഹം മികച്ചൊരു അഭിഭാഷകൻ കൂടിയായിരുന്നല്ലോ. അപ്പം അങ്ങനെ നിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് LDF അദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഒരു ജനസേവന രംഗത്തേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിക്കുന്നത്. സാന്ദർഭികവശാൽ അന്ന് മാധ്യമപ്രവർത്തന രംഗത്തെ ഒരു തുടക്കക്കാരായ ഞങ്ങളെപ്പോലെയുള്ളവർ അന്ന് ആദ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കൂടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും നമ്മൾ പഴയ ചരിത്രം, തെരഞ്ഞെടുപ്പിൻ്റെ കാരണങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതെല്ലാം വിലയിരുത്തി പോവേണ്ടതുണ്ട്. അന്ന് വളരെ ഇന്നത്തെ നിന്നൊരു 30-32 വർഷം പുറകിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് സമുന്നതരായ നേതാക്കൾ അന്ന് കേരളത്തിലുണ്ട്. ഇന്നും സമുന്നതരായ നേതാക്കളുണ്ട്. പഴയ തലമുറയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്ന ഉന്നതരായ നേതാക്കളുടെ ഒരു ഘട്ടമായിരുന്നു EMS നമ്പൂതിരിപ്പാട്, EK നയനാർ, AK ആൻ്റണി, K കരുണാകരൻ. AK ആൻ്റണി ഇന്നും രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. K കരുണാകരൻ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ എറണാകുളം ഈ K കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയൊക്കെ ഒരു തട്ടകമായിരുന്നെങ്കിലും അന്ന് UDF നേതൃത്വം കൊടുത്തിരുന്ന ആ മുന്നണിയിൽ വോട്ടും കൂടി ശേഖരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് LDF അക്കാലത്ത് അന്ന് MM ലോറൻസിനെ പോലെയുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരുന്നു, CPM-ൻ്റെ നേതാക്കളായിരുന്നു അന്ന് LDF-നെയും കൂടി നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള വീക്ഷണത്തിൻ്റെ കൂടി ഫലമാണ് AP വർഗീയെ പോലെയുള്ള സമുന്നതരായ നേതാക്കൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിമാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എറണാകുളം പോലൊരു മണ്ഡലത്തിൽ സെബാസ്റ്റ്യൻ പോൾ, ഞങ്ങളുടെ ഗുരു കൂടിയായിരുന്ന സെബാസ്റ്റ്യൻ പോൾ മത്സരരംഗത്തേക്ക് വരുമ്പം അതൊരു ഇരട്ടി മധുരമാണ്. അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളൊരു കാര്യം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിൻ്റെ ABCD അറിയാൻ മേലാത്ത ഘട്ടത്തിൽ അന്ന് ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരുന്നു. അന്ന് വാർത്തകൾ കടലാസിലെഴുതി ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പോസ് ചെയ്ത് കല്ലച്ചെന്ന് ദേശാഭിമാനിയിലുണ്ട്. പിന്നീട് പെട്ടെന്ന് ഞാനത് എല്ലാ ചരിത്രഘട്ടങ്ങളും തുടക്കം തൊട്ട ഇന്ന് വരെയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നീണ്ടുപോകാനിടയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് കല്ലച്ച് കണ്ട മാധ്യമപ്രവർത്തകരുടെ ഇന്നുള്ള അവസാന തലമുറയിൽപ്പെടുന്നവരാണ് ഞങ്ങൾ എന്ന് പറയാൻ കഴിയും. പിന്നീട് വ്യാപകമായി കമ്പ്യൂട്ടറുകൾ വരുന്നു എല്ലാ ഓഫീസുകളിലും. അന്ന് ഓഫീസുകളിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സെക്ഷനായി മാറിയിരുന്നെങ്കിൽ ഇന്ന് റിപ്പോർട്ടിങ് തൊട്ട് എഡിറ്റിംഗ് തൊട്ട് പേജിൻ്റെ രൂപകൽപ്പന തൊട്ട് എല്ലാ രംഗത്തും എഡിറ്റർമാരടക്കം കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും അത് എഡിറ്റ് ചെയ്യുകയും പേജിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ AI-യുടെ സ്വാധീനം കൂടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനം കൂടി പുതിയ തലമുറ, നമ്മുടെ ന്യൂജൻ മാധ്യമപ്രവർത്തകർ അതിനെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്നുള്ള മാറ്റം ടെക്നോളജിയുടെ കാര്യത്തിലും രാഷ്ട്രീയ രംഗത്തും അങ്ങനെ രണ്ടും കമ്പയർ ചെയ്യാം മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് അതിനെ കാണുമ്പോൾ. അങ്ങനെ പിന്നീട് ഫാക്സ് ഘട്ടത്തിലേക്ക് വരുന്നു. ഫാക്സിലൂടെ വാർത്തകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ തുടക്കമതായിരുന്നെങ്കിൽ പിന്നീട് ഞാൻ ഇടയ്ക്ക് K കരുണാകരൻ നമ്മുടെ ലീഡറെ ഓർത്തു പോയല്ലോ ഇലക്ഷൻ. പിന്നീട് എറണാകുളം കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് ഞാൻ തൃശ്ശൂർ ബ്യൂറോയിലേക്ക് മാറുമ്പോൾ അന്ന് 90-ൻ്റെ അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടോ, 99
ആ ലോകസഭ അന്ന് കെ കരുണാകരൻ്റെ ഒരു പ്രതാപകാലമാണ്. അദ്ദേഹം ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തൃശ്ശൂരിൽ നിന്നും മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ വളരെ കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന നല്ലൊരു നേതാവായിരുന്ന മുൻമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം കേരളത്തിൽ, VV രാഘവൻ. ഇന്ന് കുറേയധികം ആളുകളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം മാഞ്ഞിട്ടുണ്ടാവും. VV രാഘവൻ എന്ന് പറയുന്ന കറ തീർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തട്ടകം കൂടിയായ തൃശ്ശൂർ. അവിടെയും വലതുപക്ഷ അല്ലെങ്കിൽ കോൺഗ്രസ് UDF, അക്കാലത്തെ UDFന് നല്ല വേരോട്ടവും നല്ല സ്വാധീനവുമുള്ള മണ്ഡലമാണ് ഇപ്പോൾ തൃശ്ശൂർ ലോകസഭാ മണ്ഡലം. അവിടെ മത്സരം ഏറ്റെടുത്തു. അന്ന് VV രാഘവൻ അത്ര കേരളമാകെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവെന്ന് പറയാൻ കഴിയില്ല. കെ കരുണാകരൻ കേരളവും കഴിഞ്ഞ് രാജ്യവും കഴിഞ്ഞ് ലോകമാകെ അറിയപ്പെടുന്ന ഒരു കേരളത്തെ ശ്രദ്ധിക്കുന്നവർ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. വളരെ വാശിയേറെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കെ കരുണാകരൻ അന്ന് വോട്ടെണ്ണുമ്പോൾ ഞങ്ങൾ കളക്ടറേറ്റിൽ നിൽക്കുക. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾ പലരും ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും, അന്ന് വോട്ടെണ്ണുന്നത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് എന്താ വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെടുന്ന കളക്ടറടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും അത് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ 7:30 പോസ്റ്റലോട്ട് എണ്ണി, 8-ന് പോസ്റ്റലോട്ട് എണ്ണി, 8:30, 9, 10 ആകുമ്പോഴത്തേക്കും ലീഡായി, 12 മണിയാകുമ്പോൾ പ്രകടനമായി, പടക്കം പൊട്ടിയിലായി. അന്ന് രാവിലെ 7-നും 8-നും വോട്ടെണ്ണൽ തുടങ്ങിയാൽ ചിലപ്പോൾ വൈകിട്ട് രാത്രി 8 മണിയാകും, 9 മണിയാകും, 10 മണിയാകും. സ്വാഭാവികമായും പോസ്റ്റൽ ബാലറ്റിലെ നമ്മൾ കടലാസിൽ ഉപയോഗിച്ചുള്ള വോട്ടാകുമ്പോൾ അതിൻ്റെ കോളം അങ്ങോട്ട് കയറിയോ ഇങ്ങോട്ട് ഇറങ്ങിയോ എന്നുള്ള തർക്കങ്ങളായി. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കുന്ന വോട്ടുകളുണ്ട്. ഇതെല്ലാം ചേർന്ന് പിന്നീട് ലാസ്റ്റ് വീണ്ടും സോർട്ട് ചെയ്ത് റിട്ടേണിംഗ് ഓഫീസർ, ഒരു പക്ഷേ വലിയ തർക്കമാണെങ്കിൽ കളക്ടർ തന്നെ വന്ന് അല്ലെങ്കിൽ ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് തന്നെ വോട്ടുണ്ട്. അങ്ങനെ 8, 9, 10, 12 മണിയിലേക്ക് നീണ്ട വോട്ടെണ്ണലുകളുണ്ട്. രാത്രി 12 മണിയുടെ കാര്യമാണ്. അങ്ങനെ നീണ്ട വോട്ടെണ്ണൽ പല പത്രങ്ങൾക്കും ഇന്നുള്ളതുപോലെ ജില്ലകൾ തോറും, ഇന്ന് കാസർഗോഡോ ഇടുക്കിയോ വയനാടോ പോലെയുള്ള ജില്ലകൾ ഒഴികെ ദേശാഭിമാനിക്കടക്കം എഡിഷനുണ്ട്. മറ്റ് പ്രധാന പത്രങ്ങൾക്കും അങ്ങനെ ഇത്തരം ജില്ലകളിലെല്ലാം എഡിഷനുണ്ട്. അന്ന് അങ്ങനെയല്ല, 2 or 3 ജില്ലകൾക്കാണ്, 2 or 3 മേഖലകൾ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം, അങ്ങനെയാണ് മിക്കവാറും എല്ലാ പ്രധാന പത്രങ്ങൾക്കൊക്കെ എഡിഷനുള്ളത് 35 വർഷം മുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഇലക്ഷൻ വോട്ടെണ്ണൽ പ്രക്രിയ രാത്രി 12 മണിക്കും പിറ്റേ ദിവസം പുലർച്ചെയും വരെ അക്കാലങ്ങളിൽ നീണ്ടിട്ടുണ്ട്. അവസാന പ്രക്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് ജയം ഏകദേശം രാത്രിയോടെ മനസ്സിലാവുമെങ്കിലും നേരിയ വോട്ടിന് ജയിക്കുന്ന മണ്ഡലങ്ങളൊക്കെ അന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അത് പിറ്റേന്ന് പുലർച്ചയിലേക്കാവും. നമ്മളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് അതിൻ്റെ വാർത്ത സ്ഥിരീകരിച്ച് കൊടുക്കണമെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കണം. അതൊരു ചലഞ്ചായിരുന്നു. നമ്മൾ അപ്പോൾ ഓരോ മണ്ഡലത്തിൽ നിന്നും വരുന്ന വോട്ടുകൾ കുറഞ്ഞു പോകാൻ ആ സാധ്യതകളൊക്കെ കണക്കാക്കി വായനക്കാരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കും. അങ്ങനെ കെ കരുണാകരൻ ഒരു ദിവസം രാത്രി 10:30, 11 കൂടിയാണ് ഏതാനും വോട്ടുകൾക്ക് തോൽക്കും എന്ന ഘട്ടം തൃശ്ശൂരിൽ വരുന്നത്. അങ്ങനെ തോൽക്കുന്ന ഘട്ടം വരുമ്പോൾ അവിശ്വസനീയമാണ് മാധ്യമപ്രവർത്തകർക്ക്. നമ്മളൊക്കെ ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരാണ്, അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ തോൽക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരും എന്നങ്ങ് വിശ്വസിക്കാൻ പലർക്കും ഒന്നും പറ്റില്ല. ആ നിലയിലായിരുന്നു കാര്യങ്ങൾ. എന്തായാലും കണക്ക് കൊണ്ട് തന്നെ അദ്ദേഹം തോൽക്കുമെന്ന് മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഞങ്ങളുടെ ഏതാണ്ട് എല്ലാവരും ഉറപ്പിക്കുകയാണ്. അന്ന് ദീപിക അടക്കം, മാതൃഭൂമി അടക്കം, അങ്ങനെ ചില പത്രങ്ങൾക്ക് മാത്രമാണ് അവിടെ എഡിഷൻ. മലയാള മനോരമ, ദേശാഭിമാനി തുടങ്ങിയ പത്രങ്ങൾക്ക് തൃശ്ശൂർ അവിടെ പ്രിൻറ്റിംഗ് യൂണിറ്റ് അന്നും ഇല്ല, പിന്നീട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അന്ന് രാത്രി 10 മണി 11 മണിയാകുന്നു. കൊച്ചിയിൽ നിന്നടിക്കുന്ന പത്രങ്ങളാണ് പ്രധാനപ്പെട്ട ഈ പത്രങ്ങളിലേക്കെല്ലാം വാർത്തകൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിക്കുന്നത്. അതൊരു ചലഞ്ചായി മാറിയത് ഇപ്പോൾ സാന്ദർഭികവശാൽ ഓർത്തു പോവുകയാണ്. രാത്രി 10 മണിക്ക് നമ്മുടെ കയ്യിലന്ന് മൊബൈലില്ലല്ലോ. സാധാരണ ഫോണിൽ നിന്ന്, അന്നും ഇലക്ഷൻ ഒരു ഓഫീസിൽ നിന്ന്, കളക്ടറേറ്റിൽ നിന്നോ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറുടെ സൗകര്യത്തിൽ നിന്നോ ഒരു ഫോൺ അത്യാവശ്യം മാധ്യമപ്രവർത്തകർക്ക് അനുവദിക്കും. നമ്മുടെ കയ്യിൽ വേറെ ഫോണില്ല. നമ്മുടെ ഓഫീസ് അല്പം ദൂരെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടുന്ന് എങ്ങനെയോ അന്ന് ഞാനിപ്പോഴും ഓർക്കുകയാണ്, അന്ന് ഇവിടുന്ന് ഒരു ഫോൺ സംഘടിപ്പിച്ച് നമ്മുടെ കൊച്ചി ഡെസ്കിലേക്ക് വിളിക്കുകയാണ്. കരുണാകരൻ അപ്പോൾ ഇന്ന് ടെലിവിഷനിലാത്തതുകൊണ്ട് അവ്യക്തമായ വിവരങ്ങളൊക്കെ അല്ലേ പുറത്തോട്ട് വരിക. പലരും വിളിക്കുന്നുണ്ടാവും. ആ കൂടെ എങ്കിലും പത്ര ഓഫീസിന് വിവരം കൊടുക്കുന്നത് ലേഖകൻ കൊടുക്കുന്ന വിവരമാണല്ലോ സ്വാഭാവികമായിട്ടും ആധികാരികമാകുക. അന്ന് തൃശ്ശൂരിൻ്റെ ഡെഡ് ലൈൻ ആകുകയാണ്, സമയം ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം ആകുകയാണ് പ്രിൻറ്റിങ്ങിൻ്റെ. തൃശ്ശൂരിലേക്ക് വിളിക്കുമ്പം ഞാനിപ്പോഴും ഓർക്കുന്നു, അന്നത്തെ ഞങ്ങളുടെ എല്ലാം ഗുരുനാഥൻ കൂടിയായ TV പത്മനാഭൻ സഖാവ്, അദ്ദേഹം ന്യൂസ് എഡിറ്ററാണ്. വളരെ തലമുതിർന്ന മാധ്യമപ്രവർത്തകരുടെ നിരയിലുണ്ടായിരുന്ന അദ്ദേഹം കോവിഡ് കാലത്താണ് മരിക്കുന്നത്. അതുവരെ വളരെ സജീവമായി മാധ്യമരംഗത്ത് ഇടപെട്ടിരുന്നതാണ്. അപ്പം അവിശ്വസനീയമാണ്. നമ്മളൊക്കെ അന്ന് ജൂനിയറായ പത്രപ്രവർത്തകരാണ്. ആവേശം കൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ SFIയിൽ നിന്നൊക്കെ ചെന്നതിൻ്റെ ഒരു ആവേശം കൊണ്ടായിരിക്കും കെ കരുണാകരൻ തോക്കുന്നു എന്ന് അല്ലെങ്കിൽ തോൽക്കുന്ന എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സഹപ്രവർത്തകർ അതിനെ ഫോണിലൂടെയുള്ള ആദ്യ സംഭാഷണങ്ങളെ കണ്ടു. അപ്പോൾ അത് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പിന്നീട് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടാണ്
തൃശ്ശൂരിലേക്ക് വരുന്ന പത്രത്തിൽ കെ കരുണാകരൻ തോൽക്കുന്നുവെന്ന് ഒരു ഫോട്ടോയൊക്കെ വെച്ച്, അപ്പോഴും തോറ്റുവെന്ന റിപ്പോർട്ടർ എന്ന നിലയിൽ നമുക്ക് ഏതാണ്ട് ആ ടേബിളിൽ നിന്ന് ഉറപ്പാക്കാൻ കഴിയുമെങ്കിലും ജേർണലിസത്തിൻ്റെ ഒരു പാഠം കൂടി അന്ന് പഠിക്കുകയാണ്. കൃത്യമായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചോ എന്ന എഡിറ്ററുടെ ചോദ്യത്തിന് റിപ്പോർട്ടർ എന്ന നിലയിൽ ഇല്ല എന്നേ മറുപടി പറയാൻ പറ്റുള്ളൂ. റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ദൃക്സാക്ഷികളായിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ അറിയാം കെ കരുണാകരൻ ഏതാനും ആയിരം വോട്ടുകൾക്ക്, ഏതാണ്ട് 5000-നടുത്ത് താഴെ വോട്ടുകൾക്കാണ് തോറ്റുപോകുന്നത്. കണക്ക് ഞാൻ റെഫർ ചെയ്യാത്തതുകൊണ്ട് വിട്ടുപോയി. അങ്ങനെ ഏതാണ്ട് 5000-നടുത്തുനിന്ന് കൂട്ടാം. അത്ര വോട്ടുകൾക്ക് കെ കരുണാകരൻ തോറ്റുപോവുകയാണെന്ന് അവിടെ ആ ടേബിളിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അന്നും എല്ലാ എഡിറ്റർമാരും അത്ര സൂക്ഷ്മമായിരുന്നു. നമ്മുടെ ഒരു ഇടതുപക്ഷ പത്രമായിരുന്നെങ്കിൽ ആണെങ്കിൽ കൂടി ഒരു ആവേശത്തിന് വേണ്ടി കരുണാകരൻ തോറ്റു എന്ന് പറഞ്ഞാൽ അന്ന് അച്ചു നിരത്തിയില്ല. കമ്പ്യൂട്ടറായി എങ്കിൽ പോലും അന്ന് അച്ചു നിരത്തുക എന്നുള്ള ശൈലി അങ്ങനെ ഉണ്ടാക്കിയില്ല. നമ്മൾ അന്ന് ഇപ്പോഴും ഞാൻ ഓർക്കണം, കെ കരുണാകരൻ തോൽക്കുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ച് വായനക്കാർക്ക് കാര്യം മനസ്സിലായി, തോറ്റു. രാവിലെ ഒരുപക്ഷെ ആകാശവാണി റിപ്പോർട്ട് ചെയ്തതാണ്, ഞാനത് കറക്റ്റ് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. ആകാശവാണി റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ വായനക്കാർക്കിടയിലേക്ക് ആ വിവരം എത്തിക്കുകയും ഫാക്ച്വലായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തോറ്റു എന്നതിന് പകരം തോൽക്കുന്നു, അങ്ങനെ ഫാക്ച്വലായ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു ബാലപാഠം പഠിക്കുന്നതിന് കൂടി കെ കരുണാകരൻ്റെ ആ തോൽവി ഞങ്ങളുടെ തലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് സഹായമായിട്ടുണ്ട്. അത് വളരെ ഇന്നും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം.